അബുദാബി സിറ്റിയിലാണുള്ളത്. ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പോയാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നോണ്ട് ഭയങ്കര തിരക്കാണ്, ബ്ലോക്കും ട്രാഫിക്കും. അപ്പൊ ഇവിടെ കാബ്രൽ പാർക്ക് എന്ന സ്ഥലമുണ്ട്, അവിടെ ജസ്റ്റ് ഇറങ്ങിയതാണ്. പാർക്കിൽ ഫുള്ള് ആളാട്ടോ, ഓരോ ടീംസ് കളിക്കാൻ വരുന്നുണ്ട്. ഫ്ലൈറ്റ് കൊണ്ടല്ലോ അവിടെ ഒരു ഫോണ്ടിന്റെ മറ്റൊരു സ്ഥലമുണ്ട്, അവിടെ പോയത്. പിന്നെ അവിടെ നോക്കിയാൽ നമുക്ക് WTC ഒക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. വാട്ടർ ഫോണില് നല്ല പാർക്കാവില്ല. ചൂടിനാർക്ക് ചൂട് രക്ഷയില്ല, കഴിക്കാൻ പറ്റില്ല, അമ്മാരും കൂടാ. അവിടെ കുറെ ടീംസ് കളിക്കുന്നുണ്ട്, രണ്ട് സൈഡിലും കുറെ പ്ലേയിങ് ഏരിയ ഉണ്ടാവും. പാർക്കിന്റെ പേരെന്താ അറിയില്ലേ? ക്യാപിറ്റൽ പാർക്ക് കേട്ടോ. ഇങ്ങനെ ഇവിടെ ടീംസ് കളിക്കണ്ട, അത് മനസ്സിലാവും. അവിടെ റെഡ് കളർ സംഭവമില്ല, അവിടെയാണ് ആളുകൾ കളിക്കണം. പിന്നെ ഈ ഒരു മാർബിൾ വെച്ച സ്ഥലമല്ല, ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റും, വാക്കിംഗ് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. വേർക്കണുണ്ട്, അമ്മാതിരി ചൂടാ അവിടെ. അതിൻ്റെ ആയി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടിയിട്ട്. പിന്നെ ഇവിടുത്തെ പാർക്കുകളൊക്കെ നൈസായിട്ട് വല്ല പൂക്കളും പിന്നെ അതേ മരങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ മരുഭൂമിയുള്ളതല്ല. എന്നിട്ട് അതൊക്കെ അവരിത് ഇത്ര സെറ്റപ്പ് ആക്കിയില്ലേ. എന്തെങ്കിലും അവിടെ പ്ലേസ് ഉണ്ട് കേട്ടോ. പാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ അടുത്തുള്ളൊരു അടിപൊളി പാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള ഒരുവിധം ഫാമിലീസിനൊക്കെ കുട്ടികളായിട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ മാർച്ച് ഏപ്രിലല്ലേ ജൂണിൽ സ്കൂൾ തുറക്കല്ലോ, ഇവിടെ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് സ്കൂൾ തുറക്കുക. ഇങ്ങനത്തെ ഏരിയ ഭയങ്കര മരങ്ങളുള്ള ഏരിയ. ഇവിടെ കുറച്ച് ചൂടൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഭയങ്കര രസീകരം. പാർക്കുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അവർ അത്രയും സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അത്ര അടിപൊളിയാണ്. ഇതൊക്കെ അവർ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ്. ഒരു ബ്യൂട്ടിയൊക്കെ നോക്ക്, അടിപൊളിയല്ലേ. പിന്നെ ഈ പാർക്കിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനടുത്ത് ഇതിൻ്റെ ഒരു കോർണർ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ്സാണ്. അങ്ങനെ ഒന്ന് കാണിച്ചു അവിടെ എത്തണുള്ളൂ. പിന്നെ ഈ ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെറ്റപ്പ്. ഞാൻ ഫാമിലി വന്ന സമയത്ത് ഇവിടെ 1-2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. നൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് 24 hours ഓപ്പൺ ആണ് ഈ പാർക്ക്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വന്നാലും ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. ഓപ്പൺ ഏരിയയാണ്, ക്ലോസ്ഡ് അല്ല. നേരെ ഇവിടെ പോവാം, പള്ളിയുടെ അവിടെ പോവാം. ഇങ്ങോട്ട് പള്ളി ചൂട് ഭയങ്കര. സൈഡിലൊക്കെ ഫുള്ള് ഗ്ലാസ് ആണ് ഈ കൊല്ലം. ഈ പാർക്കിന്റെ എൻട്രൻസ് നോക്കിട്ട് പോകും.
ഇതാണ് പാർക്കിന്റെ എൻട്രൻസ്. ഇവിടെ കുറെ ചെടികളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കറങ്ങിയിട്ട് നമുക്ക് അപ്പുറ സൈഡ് പോയാലേ ഉള്ളൂ കേട്ടോ. മറ്റേ ഇതിട്ടോ ബസ് കിട്ടോ. ഞാൻ കൂടി നോക്കിയിട്ട് നമുക്ക് പതുക്കെ തെറിക്കാം. നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് അല്ലേ നല്ലത്. കുറേ വലിയ വീഡിയോസ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അതേമാതിരി ഇവിടെ അപ്പുറത്ത് കണ്ട മാതിരി ഇപ്പുറത്തും മറ്റേ ബാസ്കറ്റ് ബോൾ കോർട്ടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റോഡ് മിക്സ് റൂമിൽ പോവാം. ബസ്സിൽ കയറി പോകണം. കൺസിബിൾ നമ്മൾ എക്സിറ്റ് ആവണ്ട. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. പറ്റും പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം. ഉള്ള ദിവസങ്ങൾക്ക് പുറത്തിറങ്ങി ഇതുപോലെയുള്ള സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത്ര ആണല്ലോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെറ്റാക്കി. ഇതന്നെ പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. സിഗ്നൽ ഓപ്പൺ ആയാൽ എന്ത് ചെയ്യാം, നമുക്ക് അത്ര മുറിച്ച് തരാണ്ട് മറ്റു നിൽക്കുന്നുണ്ട് തോന്നുന്നു. അഞ്ചിറ തെളിയിക്കുണ്ടാവാം. ഓപ്പൺ ആയിട്ടാണ് പോവാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട് വരുന്നത് വരെ ഇറ്റ്സ് മീ